ഹായ് ഗായ്സ്, വർഷങ്ങൾക്ക് ശേഷം ഒരു വിനീത് ശ്രീനിവാസൻ മാജിക്കാണ് ഈ പടം എന്ന് പറയുന്നത്. ഇതിൽ പല പല ആക്ടേഴ്സ് വന്ന് പോകുന്നുണ്ട്, പല പല കേപ്പബിൾ ആയിട്ടുള്ള ആക്ടേഴ്സ്. ഇപ്പോൾ ഓരോ ആക്ടേഴ്സിനും അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് സാധിക്കുന്ന കുറച്ച് അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും കൈവെക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആളുകളെയാണ് നമ്മൾ ആക്ടേഴ്സ് എന്ന് പറയുന്നത്. അഭിനയത്തിൻ്റെ പക്ഷേ പലപ്പോഴും ചില ഇപ്പോൾ ഹ്യൂമർ ചെയ്യാൻ വേണ്ടി വളരെ മിടുക്കരായിട്ടുള്ള ആക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇമോഷണൽ സീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കേപ്പബിൾ ആയിട്ടും. അപ്പം ഇവരുടെ ഒരു കേപ്പബിലിറ്റി, അല്ലെങ്കിൽ അവർക്ക് എന്താണ് സാധിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു ഡയറക്ടറിന് വളരെ മനോഹരമായിട്ടൊരു ചിത്രം, ഒരു 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 പടം ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഒരു പടം എന്ന് പറയുന്നത്. വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾക്ക് അത് വളരെ നന്നായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൽ പല പല ആക്ടേഴ്സ് വന്ന് പോകുന്നുണ്ട്, പല പല തട്ടിലുള്ള ആക്ടേഴ്സ് വന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ വരുന്നുണ്ട്, ബേസിൽ വരുന്നുണ്ട്, പ്രണവ് മോഹൻലാൽ വരുന്നുണ്ട്. ഇപ്പോൾ പ്രണവ് മോഹൻലാൽ ആൻഡ് ധ്യാൻ ശ്രീനിവാസനെയൊക്കെയാണ് നമ്മൾ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടുള്ളെങ്കിൽ പോലും ഇതിൻ്റെ ഷോ മുഴുവൻ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഞാനിങ്ങ് എടുക്കുക എന്ന് പറഞ്ഞ് എടുത്തിരിക്കുന്നത് നിവിൻ പോളിയാണ്. ഒരു സംശയമില്ല കാര്യത്തിൽ. ഇപ്പോൾ ഈ പടം കണ്ട എല്ലാവർക്കും മനസ്സിലായ ഒരു കാര്യമാണ്, ഇത് നിവിൻ പോളിയാണിത് ഷോ എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇതിൻ്റെ ആ ഒരു 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 അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടല്ലോ ഈ ഒരു പടത്തിൽ, അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് മാത്രം സാധിക്കുന്ന കുറച്ച് മേഖലകളുണ്ട്. അത് അദ്ദേഹം വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ആൾക്ക് അത് വളരെയധികം അദ്ദേഹത്തിൽ നിന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് ഇങ്ങോട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഈ ഒരു പടം ഇത്രയും വിജയമാകുന്നതിൻ്റെ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം നിവിൻ പോളിയുടെ കാര്യം മാത്രമല്ല, ഇപ്പോൾ എല്ലാ ആക്ടേഴ്സിനും, ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ്റെ കാര്യമാണെങ്കിൽ പോലും, പ്രണവ് മോഹൻലാലിൻ്റെ കാര്യമാണെങ്കിൽ പോലും, ഇവരുടെ കയ്യിൽ നല്ല മാക്സിമം പെർഫോമൻസ് ഇങ്ങോട്ട് എടുക്കുക, മാക്സിമം എഫേർട്ട് എടുത്ത് അവരുടെ നിന്ന് നമുക്ക് മാക്സിമം ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടല്ലോ, അത് വിനീത് ശ്രീനിവാസൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു പടത്തിനെ പറ്റി എല്ലാവരും പറയുന്ന പൊതുവേ ഉള്ളൊരു അഭിപ്രായമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ വന്ന പടമാണ് ഇപ്പോൾ ആവേശം എന്ന് പറയുന്ന പടത്തിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കണ്ടില്ലാത്തതുണ്ടെങ്കിൽ കണ്ടു നോക്കുക, ഈ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ ആവേശം എന്ന് പറയുന്ന പടവും ഈ ഒരു പടവും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ വരുമ്പോൾ ഇതിലേതിന് കയറും എന്നോട് പലരും ചോദിച്ച ചോദ്യമാണ്, ഇതിപ്പോൾ ഏതിനായിരിക്കും ആളുകൾ വന്നിട്ട് ഫസ്റ്റ് ടിക്കറ്റ് എടുക്കുക? ഇപ്പോൾ ഇത് രണ്ട് ജേണലിലുള്ളൊരു പടമാണ്. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ജേണൽ, അല്ലെങ്കിൽ ഒരു വിനീത് ശ്രീനിവാസൻ പടം എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഒരു പടമായിരിക്കും വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്നത്. ഇപ്പോൾ ഹൃദയം കണ്ടുള്ളവർക്കറിയാം, അതൊരു മ്യൂസിക്കിന് വളരെയധികം ഒരു 80% ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളൊരു പടമായിരുന്നു. അതേപോലെ തന്നെയാണിതും. അതായത് ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടല്ലോ, ഓരോ ആക്ടേഴ്സിൻ്റെ എൻട്രിയുടെ സമയത്ത് അദ്ദേഹത്തിന് കൊടുക്കുന്ന സ്കോർ, അദ്ദേഹത്തിന് അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ സീൻസ് ഒക്കെ വരുമ്പോഴത്തേനും ഒരു കൊടുക്കുന്ന സ്കോർ, അതെന്ന് പറയുമ്പോഴത്തേനും ഒരു ഭയാനകമായിട്ട് വണ്ടർഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു പടത്തിൽ. അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു പടം വളരെ സൂപ്പർ ഹിറ്റ് അടിച്ചതിൻ്റെ കാരണവും ഇത് തന്നെയാണ്. മലയാള സിനിമ അതിൻ്റെ ഏറ്റവും മനോഹരമായ കാലങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല പടങ്ങൾ വന്ന് നമ്മുടെ ഇൻട്രസ്റ്റ് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന എന്തുകൊണ്ടും നമുക്ക് നല്ലതാണ്. കാര്യം നമ്മുടെ പ്രേക്ഷകരെ സംബന്ധിച്ച് വളരെ നല്ല ചിത്രങ്ങൾ നമുക്ക് കിട്ടുന്നു. ഇപ്പോൾ കുറച്ച് കാലം മുന്നേ വരെ വളരെയധികം മോശം പടങ്ങൾ എന്ന് പറയാനല്ല, ബോക്സ് ഓഫീസിലൊന്നും കളക്ട് ചെയ്യാത്ത പടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെയുള്ള പടങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് കണ്ടിന്യൂ ചെയ്ത് പോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ PVR എന്ന് പറയുന്നൊരു ഗ്രൂപ്പിൻ്റെ PVR സ്ക്രീനിൻ്റെ ഒരു ഇഷ്യൂ ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ മാറ്റിയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ പറയുകയാണെങ്കിൽ പടം എല്ലാം പെർഫെക്റ്റാണ് വരുന്നത്. അതിന് ആൾ കയറുന്ന പടങ്ങളാണ് ഇപ്പം വരുന്നത് മൊത്തം. അപ്പോൾ ഈ വർഷങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം, ഒരു വിഷയമില്ല. ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുക്കുക, ഫ്രീ ആണെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങ് പോവുക, എന്തുപോലെ എൻജോയ് ചെയ്ത് വരിക. ഓക്കെ, അപ്പോൾ ഈ പടം എല്ലാവരും പോയി കാണുക. താങ്ക് യു. അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.